എല്ലാ കൂട്ടുകാർക്കും ക്യൂസ് ബ്രെയിനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ലിറ്റിൽ കൈറ്റ്സ് അഭിരുചി പരീക്ഷയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സഹായകരമായ ചോദ്യങ്ങളുമായിട്ടാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുവാനും മറക്കരുത്. അതുപോലെ ഈ പരീക്ഷയുടെ റൂൾസ് എന്താണെന്ന് വെച്ചാൽ അരമണിക്കൂർ സമയം കൊണ്ട് 20 ചോദ്യം ഉത്തരം എഴുതണം. ഓരോ ചോദ്യത്തിനും 4 ഓപ്ഷൻസ് വെച്ച് ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ 5, 6, 7 ക്ലാസ്സുകളിലെ IT ടെക്സ്റ്റ് ബുക്കിൽ നിന്നും കൂടാതെ IT ജനറൽ നോളജും കൂടാതെ നിങ്ങളുടെ ഗണിതപരമായ ചിന്താഗതിയും ഇതിൽ പരീക്ഷിക്കുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആരാണിത്? കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്ന പേരിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. എ. മാർക്ക് ഷട്ടിൽവർത്ത്, ബി. ചാൾസ് ബാബേജ്, സി. ലിനക്സ് ടോൾസ്റ്റോയ്, ഡി. ജെമ്മി വാട്സ്. ഉത്തരം ബി. ചാൾസ് ബാബേജ്. രണ്ടാമത്തെ ചോദ്യം, അനുയോജ്യമായ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിക്കുക. ഇതുപോലത്തെ ചോദ്യങ്ങളിൽ നിങ്ങളുടെ ഗണിത ചിന്തകൾ എത്രയുണ്ടെന്ന് അളക്കുന്നതിനുള്ളതാണ്. ഇതിൻ്റെ ഉത്തരം വരുന്നത് എ പ്ലസ് ആൻഡ് ഇൻറ്റു ആണ്. 8 + 6 × 4 = 32. ഒരു കമ്പ്യൂട്ടറിൽ ലിറ്റിൽ കൈറ്റ്സ് എന്ന് സെർച്ച് ചെയ്തപ്പോൾ ലഭിച്ച ഫയലുകളാണ് നൽകിയിരിക്കുന്നത്. ഇവയിൽ നിന്നും ചിത്ര ഫയലുകൾ മാത്രം തിരഞ്ഞെടുക്കുക. എ. littlekites.mp4, ബി. littlekites.png, സി. littlekites.jpg, ഡി. littlekites.wave. ഇതിൻ്റെ ഉത്തരം വരുന്നത് ബിയും സിയുമാണ്. കാരണം അത് PNGയും JPGയുമാണ്. മറ്റേത് രണ്ടും ഒന്ന് സൗണ്ടിൻ്റെയും ഒന്ന് വീഡിയോയുടെയുമാണ്. നാലാമത്തെ ചോദ്യം, വേവ് ഏത് തരം ഫയലുകളിലുള്ള ഫോർമാറ്റുകളാണ്? എ. ശബ്ദം, ബി. ആനിമേഷൻ, സി. വീഡിയോ, ഡി. ചിത്രം. ഉത്തരം വരുന്നത് എ. ശബ്ദത്തിനുള്ളതാണ്. സ്ക്രാച്ച് സോഫ്റ്റ്വെയറിൽ കാണുന്ന ഈ പൂച്ചക്കുട്ടി അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? എ. സ്ക്രാച്ച്, ബി. ടെക്സ്, സി. സ്പ്രൈറ്റ്, ഡി. GNU. ഉത്തരം വരുന്നത് എ. സ്ക്രാച്ച് ആണ്. ഇത് എല്ലാ വർഷവും തുടർച്ചയായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ചിത്രം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? എ. ബ്ലൂടൂത്ത്, ബി. എയറോപ്ലെയിൻ മോഡ്, സി. വൈഫൈ, ഡി. ടെതറിംഗ്. ഇതിൻ്റെ ഉത്തരം സി. വൈഫൈ ആണ്. ശാസ്ത്ര പഠനത്തിന് ഏറ്റവും കൂടുതൽ സഹായകരമായ സോഫ്റ്റ്വെയർ ഏതാണ്? എ. ഒഡാസിറ്റി, ബി. ജിംപ്, സി. റൈറ്റർ, ഡി. ഫൈറ്റ്. ഉത്തരം വരുന്നത് ഫൈറ്റ് ആണ്. കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് OS എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണ്? എ. ഓർഡർ ഓഫ് സിഗ്നിഫിക്കൻസ്, ബി. ഓപ്പൺ സോഫ്റ്റ്വെയർ, സി. ഒപ്റ്റിക്കൽ സെൻസർ, ഡി. ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഡി. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഈ ചിത്രത്തിലുള്ളവർ ആരൊക്കെയാണ്? എ. കർക്സ് ഹോവൻ വാർട്ടറും റിച്ചാർഡ് സ്റ്റാൾമാനും, ബി. റിച്ചാർഡ് സ്റ്റാൾമാനും ലിനക്സ് ടോൾവാർട്സും, സി. ലിനക്സ് ടോൾവാർട്സും പീറ്റർ മാറ്റിസവും, ഡി. പീറ്റർ മാറ്റിസവും സ്പൈൻസർ കിംബലും. ഇതിൻ്റെ ഉത്തരം സി. ലിനക്സ് ടോൾവാർട്സും പീറ്റർ മാറ്റിസവുമാണ്. ജാമതീയ നിർമ്മിതികൾ തയ്യാറാക്കാൻ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഇത്. ഇതിൻ്റെ പേര് എന്താണ്? എ. ജിയോപീരിയഡിക്, ബി. ഗ്രാസ്ജിസ്, സി. ജിയോജിബ്ര, ഡി. ജിപ്ലേറ്റ്സ്. ഇതിൻ്റെ ഉത്തരം വരുന്നത് ജിയോജിബ്രയാണ്. ശബ്ദം റെക്കോർഡ് ചെയ്യുവാനും എഡിറ്റ് ചെയ്യുവാനും സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? എ. ഒഡാസിറ്റി, സി. ജിംപ്, ബി. ജിയോജിബ്ര, ഡി. ഫൈറ്റ്. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഒഡാസിറ്റിയാണ്. അടുത്ത ചോദ്യം, താഴെ നൽകിയിരിക്കുന്നതിൽ ഏത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് കത്തുകളും ആശംസാ കാർഡുകളും തയ്യാറാക്കാൻ സാധിക്കുന്നത്? എ. സ്റ്റെലേറിയം, ബി. ഫ്രാക്ഷണൽ ലാബ്, സി. മാർബിൾ, ഡി. ലിബർ ഓഫീസ് റൈറ്റർ. ഉത്തരം ലിബർ ഓഫീസ് റൈറ്റർ. ഇതുപയോഗിച്ചാണ് കത്തുകളും ആശംസാ കാർഡുകളും തയ്യാറാക്കുന്നത്. ചിത്രത്തിൽ കാണിച്ചതുപോലെ ലിബർ ഓഫീസ് റൈറ്ററിലെ തെറ്റിപ്പോയ അക്ഷരത്തിന് മുന്നിലാണ് കർസറെങ്കിൽ കീബോർഡിലെ ഏത് കീ ഉപയോഗിച്ചാണ് മായ്ക്കുന്നത്? എ. ബാക്ക് സ്പേസ് കീ, ബി. ഡിലീറ്റ് കീ,
സി എൻ്റർ കീ, ഡി ഷിഫ്റ്റ് കീ. ഇതിൻ്റെ ഉത്തരം വരുന്നത് എ ബാക്ക് സ്പേസ് കീ ആണ്. അടുത്ത ചോദ്യം, ലിബർ ഓഫീസ് റൈറ്ററിൽ തെറ്റിപ്പോയ അക്ഷരം കർസറിന് ശേഷമാണെങ്കിൽ കീബോർഡിലെ ഏത് കീ ഉപയോഗിച്ചാണ് മായ്ക്കുന്നത്? എ ബാക്ക് സ്പേസ് കീ, ബി ഡിലീറ്റ് കീ. ഇതിൻ്റെ ഉത്തരം വരുന്നത് ബി ഡിലീറ്റ് കീ ആണ്. നാലാമത്തെ ചോദ്യം, ലിബർ ഓഫീസ് റൈറ്റർ എന്ന സ്വതന്ത്ര സോഫ്റ്റ്വെയർ തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം ഡോക്യുമെന്റ് ഫൗണ്ടേഷനാണ് ഇത് തയ്യാറാക്കിയത്. ലിബർ ഓഫീസ് റൈറ്റർ, ലിബർ എന്ന വാക്ക് അർത്ഥം എന്താണ്? ഉത്തരം സ്വാതന്ത്ര്യം എന്നാണ് ഇതിൻ്റെ അർത്ഥം. അടുത്ത ചോദ്യം, ഇവയിൽ ലിബർ ഓഫീസ് ഡ്രോയിൽ തയ്യാറാക്കിയ ഫയൽ ഏതാണ്? എ kerala.odt, ബി kerala.ods, സി kerala.odg, ഡി kerala.odp. ഉത്തരം സി. ലിബർ ഓഫീസ് റൈറ്ററിൽ തയ്യാറാക്കുന്ന ഫയലുകൾക്ക് .odg എന്നാണ് വരുന്നത്. സ്ലൈഡ് പ്രസൻറ്റേഷന് താഴെ തന്നിരിക്കുന്നതിൽ ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് തയ്യാറാക്കുന്നത്? എ ലിബർ ഓഫീസ് കാൽക്ക്, ബി ലിബർ ഓഫീസ് ഡ്രോ, സി ലിബർ ഓഫീസ് ഇംപ്രസ്, ഡി ലിബർ ഓഫീസ് റൈറ്റർ. ഉത്തരം സി ലിബർ ഓഫീസ് ഇംപ്രസ് ആണ്. ജാമതീയ രൂപങ്ങൾ നിർമ്മിക്കുന്നതിനും പഠിക്കുന്നതിനുമായി സഹായിക്കുന്ന ഈ ഗണിതശാസ്ത്ര സോഫ്റ്റ്വെയർ ഏതാണ്? എ കാൽസിയം, ബി ജിയോജിബ്ര, സി ജെമിക്കൽ, ഡി ജി പ്ലേറ്റ്സ്. ഇതിൻ്റെ ഉത്തരം വരുന്നത് ബി ജിയോജിബ്രയാണ്. താഴെ നൽകിയിരിക്കുന്നതിൽ ഏത് ടൂൾ ഉപയോഗിച്ചാണ് ജിയോജിബ്രയിൽ കോണളവ് രേഖപ്പെടുത്തുന്നത്? ഈ 4 ഓപ്ഷൻസും ജിയോജിബ്രയിലുള്ള ടൂൾസാണ്. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഡി ആണ്. ആകാശത്തിലെ വിസ്മയ കാഴ്ചകളായ സൂര്യഗ്രഹണവും ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങളുമൊക്കെ വ്യക്തമായി കാണുവാനും മനസ്സിലാക്കുവാനും സഹായിക്കുന്ന സോഫ്റ്റ്വെയർ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? എ സ്റ്റെലേറിയം, ബി ജിയോജിബ്ര, സി ജെമിക്കൽ, ഡി കാൽസിയം. ഇതിൻ്റെ ഉത്തരം വരുന്നത് എ ആണ്, സ്റ്റെലേറിയം. ഇൻ്റർനെറ്റിലൂടെ ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻ സോഫ്റ്റ്വെയറുകളാണ് താഴെ തന്നിരിക്കുന്നത്. ഇതിൽ ISRO വികസിപ്പിച്ച ജിയോഗ്രാഫിക്കൽ പ്ലാറ്റ്ഫോം ഏതാണ്? എ ഗൂഗിൾ മാപ്പ്, ബി ഗൂഗിൾ എർത്ത്, സി ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ്, ഡി ഫൂവൻ. ഇതിന് ഉത്തരം വരുന്നത് ഫൂവൻ ആണ്. ഇതാണ് ISRO വികസിപ്പിച്ചെടുത്ത ജിയോഗ്രാഫിക്കൽ പ്ലാറ്റ്ഫോം. താഴെ തന്നിരിക്കുന്നവയിൽ ചിത്രരചനയ്ക്ക് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? എ കളർ പെയിൻറ്, ബി ജെഫ്രാക്ഷൻ ലാബ്, സി ഏരിയ ബിൽഡർ, ഡി കെ ജിയോഗ്രഫി. ഉത്തരം എ കളർ പെയിൻ്റ് ആണ്. ഇത് UP ക്ലാസ്സുകളിൽ പഠിക്കാനുള്ളതാണ്. താഴെ നൽകിയിരിക്കുന്നവയിൽ ശബ്ദം റെക്കോർഡ് ചെയ്യുവാനും എഡിറ്റ് ചെയ്യുവാനും ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? എ GNU, ബി എക്സ്പെയിൻറ്റ്, സി ഒഡാസിറ്റി, ഡി ഇൻസ്കേപ്പ്. ഇതിൻ്റെ ഉത്തരം സി ഒഡാസിറ്റി ആണ്. ഈ വീഡിയോ കണ്ട എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുവാനും മറക്കരുത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 5K സബ്സ്ക്രൈബേഴ്സാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.